പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ AHSCയുടെ സംസ്ഥാന ഭാരവാഹികളാണ്. പരിചയപ്പെടുത്താം. എൻ്റെ പേര് അരുൺകുമാർ, സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ S. മനോജ്, സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനറുമായ ശ്രീ ബ്രീസ് MS രാജ് എന്നിവരാണ്. AHSCയുടെ 35ാമത് സംസ്ഥാന സമ്മേളനമാണ് ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. കേരളം നാളിതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പ്രവർത്തനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ച് മുന്നോട്ട് പോയത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹയർ സെക്കൻഡറി മേഖല. ഇത്തരത്തിലുള്ള ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപകരെയും അധ്യാപക സംഘടനകളെയും അപ്പാടെ അവഗണിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണം, അതുപോലെ തന്നെ കരിക്കുലം കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മുടെ QIP കമ്മിറ്റി തുടങ്ങിയ മേഖലകളൊന്നും തന്നെ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടന ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി സംഘടന നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഹയർ സെക്കൻഡറി അധ്യാപകരെ സംഘടനകളെയും ഉൾപ്പെടുത്താതെ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ട്. അത്തരത്തിലെടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും തിരുത്തേണ്ടതായി വന്നിട്ടുമുണ്ട്. വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെ നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ നമ്മുടെ പൊതു വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് AHSC എന്ന സംഘടന ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനെ തുടർന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏകീകരണം, ഹൈസ്കൂളുമായി ഹയർ സെക്കൻഡറി ഏകീകരിച്ച പൊതുവിദ്യാഭ്യാസ മേഖലയെ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒറ്റ സ്ട്രീമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും 2ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് യാതൊരു തത്വദീക്ഷയില്ലാതെ യാതൊരു ശാസ്ത്രീയ പഠനവും ഇല്ലാതെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. വേണ്ടത്ര ചർച്ചയോ പൊതുസമൂഹവുമായിട്ടുള്ള ആശയവിനിമയോ നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാത്ത ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാട് AHSC എന്ന സംഘടന കഴിഞ്ഞ 10 വർഷക്കാലം എടുത്തു മുന്നോട്ട് പോയിരുന്നു. ആ സമയത്ത് AHSCയോടൊപ്പം ഹയർ സെക്കൻഡറി മേഖലയിലെ മറ്റ് അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സംഘടനകളും ഒരുമിച്ചുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ശക്തമായ നീക്കങ്ങളായിരുന്നു ഈ ഏകീകരണ നടപടിയിൽ നിന്നും സർക്കാരിനെ മാറ്റി നിർത്താൻ സാധിച്ചത്. അത് സംഘടനയുടെ ഒരു വിജയമായി സംഘടന ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അതുപോലെ തന്നെയാണ് റഫറൻഡവുമായി സർക്കാർ മുന്നോട്ട് വന്നു. ഹയർ സെക്കൻഡറി മേഖലയിലെ പ്രബലമായ അധ്യാപക സംഘടനകളെയും മറ്റും തഴഞ്ഞുകൊണ്ട് ചില പ്രത്യേക സംഘടനകളെ മാത്രം നിലനിർത്തി വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു റഫറൻഡവുമായി മുന്നോട്ട് വന്നത്. ആ റഫറൻഡവും ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള ശക്തമായ നിലപാട് AHSC എടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മറ്റ് അധ്യാപക സംഘടനകളിലും തന്നെ AHSCയുടെ പിന്നിൽ അണിനിരന്ന് ഈ റഫറൻഡ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഇത്തരത്തില് അശാസ്ത്രീയമായ പഠന രീതികളും പരിഷ്കാരങ്ങളും ഇടതുപക്ഷ സർക്കാർ നടത്തുന്നതിന്റെ ഫലമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേലുണ്ടായിരിക്കുന്ന അപജയങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം 45,000 കുട്ടികളുടെ കുറവുണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ CBSE നിന്നും ICSE മേഖലയിൽ നിന്നും ധാരാളം കുട്ടികൾ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള കുട്ടികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അതിന് കാരണവും ഈ അശാസ്ത്രീയമായ പരീക്ഷണ രീതികൾ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങളും ശാസ്ത്രീയ അടിത്തറയില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കുന്ന നയമായി സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് AHSC വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അത്തരത്തിലുള്ള ആവശ്യങ്ങളുടെ ഒരു സാധൂകരണം കൂടി നമ്മുടെ 35ാമത് സംസ്ഥാന സമ്മേളനം വരുന്ന 12-13 ദിവസങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.
അതുപോലെ തന്നെയാണ് നമ്മുടെ 5 വർഷം പൂർത്തിയാകുന്ന ജൂനിയർ അധ്യാപകരെ സീനിയറാക്കി മാറ്റുക, NBS പിൻവലിക്കുക, പരീക്ഷാ ഡ്യൂട്ടിയിൽ എയ്ഡഡ് ഗവൺമെന്റ് വിവേചനം അവസാനിപ്പിക്കുക, പ്രിൻസിപ്പൽമാരുടെ 8 പീരീഡുകൾക്ക് ശേഷം വരുന്ന പീരീഡുകൾ ജൂനിയർ അധ്യാപകർക്ക് നൽകി അവരെ സീനിയറാക്കുക, ഭിന്നശേഷി സമ്മേളനത്തിന്റെ മറവിൽ നടക്കുന്ന നിയമന നിരോധനം അവസാനിപ്പിക്കുക, നമ്മുടെ DA കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പിന്റെ പരിധിയിൽ എല്ലാ ഹോസ്പിറ്റലുകളെയും കൊണ്ടുവരിക, OPക്കും മെഡിസെപ്പ് ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ നമ്മുടെ ജീവനക്കാരെ അധ്യാപകർക്ക് ഇത്രയേറെ ദോഷകരമായ രീതിയിൽ ഭരണം നടത്തിയ ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ 35ാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 12 മുതൽ ആരംഭിക്കുന്നത്. 12-ാം തീയതി രാവിലെ സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. അതുപോലെ തുടർന്ന് സംസ്ഥാന കൗൺസിൽ യോഗവും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനവും ഉണ്ടായിരിക്കും. പ്രതിനിധി സമ്മേളനം ശ്രീ അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്യും. KPCC വൈസ് പ്രസിഡന്റ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ 12-ാം തീയതി സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 13-ാം തീയതി സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാന സമ്മേളനം നടക്കുന്ന ദിവസം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് KPCCയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ശ്രീ N ശക്തൻ മുഖ്യ പ്രഭാഷണം നടത്തും. ശ്രീ M വിൻസെന്റ് MLA, KPCC ജനറൽ സെക്രട്ടറി ശ്രീ നെയ്യാറ്റിൻകര സനൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സംസ്ഥാന സാംസ്കാരിക സമ്മേളനം ശ്രീ MM ഹസൻ മുൻ KPCC പ്രസിഡന്റ് നിർവഹിക്കും. മുഖ്യ അതിഥിയായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ K വാസുവി IAS പങ്കെടുക്കും. അതുപോലെ തന്നെ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PC വിഷ്ണുനാഥ് MLA ആണ്. അതുപോലെ തന്നെ മുൻ MLA ശ്രീ ശബരിനാഥൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. അങ്ങനെ 3 ദിവസങ്ങളായി നടക്കുന്ന 3-ാം ദിവസം സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനമാണ്. അങ്ങനെ 3 ദിവസമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അതിന്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും ബഹുമാനരായ എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളെയും സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാന സമ്മേളനവുമനുബന്ധിച്ചുള്ള അവാർഡ് കാര്യത്തെ പറ്റിയുള്ള വിവരണം നൽകുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി ക്ഷണിക്കുന്നു. ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി 2025-26 വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് സംഘടന ഏർപ്പെടുത്തിയിട്ടുള്ള 3 അവാർഡുകളാണ് വിദഗ്ധ സമിതി ശുപാർശകളുണ്ട് പ്രഖ്യാപിക്കുന്നത്. അതിൽ അധ്യാപക രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലും സമഗ്രമായ സംഭാവന നൽകിയ ഡോക്ടർ ശ്രീ അരുൺകുമാർ HSST ഫിസിക്സ് മാധവവിലാസം HSS തുണ്ടത്തിൽ തിരുവനന്തപുരമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. G കാർത്തിക സ്മാരക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് R അരുൺകുമാർ HSST ഫിസിക്സ് മാധവവിലാസം HSS തുണ്ടത്തിൽ തിരുവനന്തപുരം. അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന അകാലത്തിൽ മരിച്ചു വിദഗ്ധനായ ഡോക്ടർ KV കുഞ്ഞികൃഷ്ണമാട് മാസ്റ്ററുടെ പേരിലുള്ള അവാർഡ് ബിൻഡോ T അലക്സ് പ്രിൻസിപ്പൽ സെന്റ് കാതറിൻസ് HSS പയ്യമ്പള്ളി വയനാട്, ശ്രീ പ്രതീഷ് VC HSST എക്കണോമിക്സ് മാമ്പൂർ HSS കണ്ണൂർ എന്നിവർക്കുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി 1990 തുടങ്ങിയ കാലഘട്ടം മുതൽ ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്ന ഞങ്ങളുടെ അകാലത്തിൽ ഞങ്ങളെ വേർവിട്ടുപോയ P ലതിക ടീച്ചർ സ്മാരക അവാർഡ് ശ്രീമതി ബെൻഷ KM പ്രിൻസിപ്പൽ ദാറുൽ ഹിദായ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂക്കരത്തറ മലപ്പുറം അർഹയായി. ഈ പ്രശസ്തി പത്രവും സുവർണ്ണ മുദ്രയും സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് വിതരണം ചെയ്യും. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, 13-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കനകക്കുന്നിന് ഓപ്പോസിറ്റുള്ള പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാ ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമ സുഹൃത്തുക്കളെയും പ്രസ്തുത വേദിയിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്.